ഹോർട്ടികോർപ്പിന്റെ വിപണി ഇടപെടലിനെ തടയുന്ന ഉത്തരവ് കഴിഞ്ഞ വർഷം ഭക്ഷ്യവകുപ്പ് ഇറക്കിയിരുന്നു. ഈ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ ആഘോഷനാളുകളിൽ സർക്കാർ പ്രത്യേകം നിർദ്ദേശം നൽകുമ്പോൾ മാത്രമാണ് ഹോർട്ടികോർപ്പ് പച്ചക്കറി വില കുറച്ച് വിറ്റിരുന്നത്. നിയമസഭയിൽ വിലക്കയറ്റം ഉന്നയിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ പ്രതിപക്ഷമാണ് ഉത്തരവ് നിലനിൽക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത്. ഈ ഉത്തരവിന് പകരമുള്ള പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിപണി ഇടപെടലിന് ഹോർട്ടികോർപ്പറേഷന് അനുമതി നൽകി പുതിയ ഉത്തരവ് ഇറക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. ഹോർട്ടികോർപ്പിന് മാർക്കറ്റിൽ ഇടപെടാനുള്ള അനുവാദം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കല്യാശ്ശേരി ടാങ്കർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാല ദുരന്തത്തെ തുടർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് നടപ്പിലാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ദുരന്ത നിവാരണത്തിനുള്ള പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അത് എത്രയും വേഗം നടപ്പിലാക്കാനും ചാലയിലെ ദുരന്തമുണ്ടായ അതിൻ്റെ റിപ്പോർട്ടിന്മേൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളാൻ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. ഇടുക്കി പാക്കേജിന്റെ കാലാവധി 2 വർഷം നീട്ടാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനും മന്ത്രിസഭ തീരുമാനിച്ചു. മുഖ്യമന്ത്രി വിശ്രമത്തിലായതിനാൽ ക്ലിഫ് ഹൗസിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നത്. മീഡിയ 1 തിരുവനന്തപുരം.